എല്ലാവർക്കും സ്വാഗതം. കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 15ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്റ്റെയർ വരക്കാം, അതുപോലെ ഫർണിച്ചറുകൾ എങ്ങനെ ഒരു പ്ലാനിൽ സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ ഒരു സ്റ്റെയർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ഭാഗം, ഈ ഒരു ഒഴിഞ്ഞ ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്നത് ലാൻഡിംഗ് എന്നാണ്. പിന്നീട് വരുന്ന ഈ ഭാഗം, ഈ സ്റ്റെപ്പുകൾ, ഇതിന് നമ്മൾ പറയുന്നത് ട്രെഡ് എന്നാണ്. അതായത് നമ്മൾ പ്ലാൻ അല്ലേ ഇപ്പൊ വരക്കുന്നേ. ഇപ്പൊ പ്ലാൻ വരക്കുമ്പോൾ ആ സ്റ്റെയറിന്റെ സ്റ്റെപ്പുകളുടെ ടോപ്പ് വ്യൂ അല്ലേ കാണുന്നേ. ഈ ടോപ്പിൽ കാണുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, ട്രെഡ് എന്ന് പറയാം. ഈ ട്രെഡിന് ഒരു വാല്യൂ ഉണ്ട്. 25 പറയുന്ന മിനിമം വാല്യൂ, 30 പറയുന്ന മാക്സിമം വാല്യൂ. അതായത് 25 മുതൽ 30 വരെയുള്ള ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതിനൊരു ഹൈറ്റ് സൈഡ് വരുന്നുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ സെക്ഷനൊക്കെ വരയ്ക്കുമ്പോഴാണ് അത് വരാറുള്ളത്. ഇതിപ്പോ ഒരു ലാൻഡിംഗ് ആയിട്ട് സങ്കല്പിച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് വരും. ഓക്കെ. ഇതിലിവിടെ ഈ ഭാഗത്തെ നമ്മൾ റൈസർ എന്നാ പറയാ. ഈ ഹൈറ്റിനെ നമ്മൾ പറയുന്നത് റൈസർ എന്നാണ്. അത് 15 to 18 ആണ് വരുന്നത്. ദെൻ ഈ ഭാഗമാണ് ട്രെഡ്, നമ്മൾ കാല് വെക്കുന്ന ഭാഗം, അതാണ് ഇത്. അതിന്റെ വാല്യൂ 25 to 30 ആണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ലാൻഡിങ്ങിന്റെ കേസിലേക്ക് വന്നാൽ നീളം 100ഉം വീതി 200ഉം ആണ്. അപ്പൊ നമുക്കത് ഇവിടെ വരച്ചെടുക്കാം. റെക്റ്റാങ്കിൾ എടുത്ത് സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാം. അപ്പൊ ഇവിടെ കോർണർ പോയിന്റ് കൊടുത്തു. ഡയമെൻഷനിൽ നീളം 100ഉം വീതി 200ഉം കൊടുത്ത് സെറ്റ് ചെയ്യാം. ദെൻ പിന്നീട് വരുന്നത് എന്താ, ഈ ഒരു ട്രെഡിന്റെ വാല്യൂ എത്രയാ ഒന്ന് അളന്ന് നോക്കിയേ. 25 ആണ്. 25ന്റെ എത്ര എണ്ണം? 1 2 3 4 5 6 7 8 9 എണ്ണം. 9 പുറം 9 പുറം 18 എണ്ണം അല്ലെ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ എടുക്കാം. ഇതിന് മിഡിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരക്കാം. ക്ലിയർ അല്ലേ? വീണ്ടും ഒരു ലൈൻ എടുത്ത് ഇങ്ങനെ വരക്കാം. ഓഫ്സെറ്റ് ചെയ്തു 25. 2 3 4 5 6 7 8 9 അല്ലെ? അപ്പോ 1 2 3 4 5 6 7 8 9. 9 1 18 1 19. 19 എണ്ണല്ലേ ഇവിടെ ഉള്ളത്. 1 2 3 4 5 6 7 8 9. 9 ഇവിടെയും 9 ഇവിടെയും 18 പ്ലസ് ലാൻഡിംഗ് വന്ന് 19. ബാക്കിയുള്ള ഭാഗം ട്രിം ചെയ്യാം. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെയർ വരക്കാം. ഇനി ഈ സ്റ്റെയർ വരച്ചാൽ മാത്രം പോരാ, ഇതിന്റെ മുകളിലേക്ക് കയറുന്ന ഭാഗം ഏത്, അതായത് അപ്പ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഈ അപ്പ് എന്ന് എങ്ങനെ എഴുതി കൊടുക്കുക, ഞാനിപ്പോ ഈ ഭാഗമാണ് മുകളിലേക്കുള്ള ഭാഗമായിട്ട് സങ്കല്പിക്കുന്നത്. MLD എന്ന് പഠിച്ചിട്ടില്ലേ, ഹെയറോ മാർക്കോട് കൂടിയ ടെക്സ്റ്റ്. MLD, മൾട്ടി ലീഡർ. അതെടുക്കുക, ജസ്റ്റ് സ്റ്റെപ്പിന് ക്ലിക്ക് ചെയ്യുക, പുറത്തേക്ക് വെക്കുക. ഇവിടെ എന്ത് ചെയ്യുക, അപ്പ് എന്ന് കൊടുക്കുക. അപ്പൊ ഇതിന്റെ സ്റ്റൈല്, അതായത് ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിലോ MLS, മൾട്ടി ലീഡർ സ്റ്റൈല്. മോഡിഫൈയിൽ വരിക. ഇവിടെ ആരോ ഹെഡ് സിമ്പല് ഞാൻ 15 കൊടുക്കുന്നു. കണ്ടന്റ് 15 കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മിഡിൽ കൊടുത്താൽ നല്ലതാണേ, മിഡിലായിട്ട് കാണിക്കുക. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, മിഡ് പോയിന്റ് കാണുമല്ലോ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് മിഡ് പോയിന്റ് കാണാത്തത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ച് ഇതാ മൂവ് ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് കാണാൻ പറ്റും. ഇതിനുശേഷം ലൈൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു ലൈൻ ഇല്ലേ, ശ്രദ്ധിക്കണം, നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വേറെ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ലൈനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കണേ. അല്ലെ കുറെ ലൈൻ വരുമ്പോൾ കുറച്ചും കൂടെ ലോഡ് ആവും, ഫയൽ സൈസ് അധികം വരും, അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഫർണിച്ചർ ആഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഫർണിച്ചർ ആഡ് ചെയ്യുന്നത് കുറച്ച് ബ്ലോക്കുകൾ ഉണ്ട് ഫർണിച്ചറിന്റെ. ഓക്കെ, അത് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകളാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ബെഡ്സ് പ്ലാൻ നോക്കുക.
നിങ്ങളിപ്പം ബെഡ്സ് പ്ലാൻ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ബ്ലോക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളത് വരച്ച സമയം കളയണമെന്നില്ല. നോക്ക്, ഇപ്പൊ ഈ ബെഡാണ് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഇപ്പം 0 ലെയറിന്റെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതെല്ലാം ബ്ലാക്ക് കാണിക്കുന്നു അല്ലെ. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഈ 0 ലെയറിന്റെ കളർ ചേഞ്ച് ചെയ്യാണ്, വൈറ്റ് ആക്കി. ഇത് ഇവിടെ വൈറ്റ് ആയോ? ഇല്ലല്ലോ. ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെയും കൂടെ പോയിട്ട് എന്താക്കുക, ബൈ ലെയർ ആക്കുക. ദെൻ ഇതിന് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എങ്ങനെ കോപ്പി ചെയ്യാം? Ctrl+C, കോപ്പി. ദെൻ പ്ലാൻ ന്യൂ അല്ലേ നമ്മുടെ ഫയല്, അവിടെ ക്ലിക്ക് ചെയ്യുക, Ctrl+V. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കിയേ, ഇത് സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടല്ല ഉള്ളത്. ഇപ്പൊ ഈ ബെഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതെല്ലാം എന്താണ്, ആക്ച്വലി ഇത് ബ്ലോക്ക് ആയിട്ടല്ല കിടക്കുന്നത്, എല്ലാം സെപ്പറേറ്റ് ഒബ്ജക്റ്റുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് Ctrl+C കൊടുത്തു, അതായത് കോപ്പി. ഈ ഒരു പേജിൽ വന്ന് Ctrl+V കൊടുക്കുന്നു അല്ലെ, അങ്ങനെയല്ലേ ചെയ്തത്? Ctrl+V എന്ന് പറഞ്ഞ പേസ്റ്റ്, Ctrl+C എന്ന് പറഞ്ഞ കോപ്പി. നമ്മള് Ctrl+V കൊടുക്കുന്നതിന് പകരം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ആസ് ബ്ലോക്ക് കൊടുക്കുക. അതായത് Ctrl+V അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ആസ് ബ്ലോക്ക്. അതിന്റെ ഷോർട്ട് കീ പഠിച്ചു വെച്ചോ, Ctrl+Shift+V. ബ്ലോക്ക് ആയിട്ട് പ്ലേസ് ചെയ്ത് സംഭവിക്കും, സിംഗിൾ ആയി മാറി. ഓക്കെ, അപ്പൊ ഈ ബ്ലോക്ക് അല്ലാത്ത ഭാഗത്തിന് ഡിലീറ്റ് ചെയ്യുക. കോമൺലി നമ്മൾ പറയുന്നത് ഇതുപോലെ ഫർണിച്ചറുകൾ നമുക്ക് ബ്ലോക്ക് ആയിട്ടാണ് കിട്ടുക. നിങ്ങൾ ബെഡ് കാറ്റ് ബ്ലോക്ക് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫയലുകളെ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ആ ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഫയലുകളിൽ ചില ഭാഗങ്ങൾ ബ്ലോക്ക് അഥവാ സിംഗിൾ ആയിട്ടും ഉണ്ടാവും, ചിലത് ബ്ലോക്ക് അല്ലാണ്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെഡിന്റെ ഫയൽ ഓപ്പൺ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാൻ Ctrl+C, കോപ്പി. എവിടത്തേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ആസ് ബ്ലോക്ക് കൊടുത്താൽ മതി, സംഭവം സെറ്റാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ ഒരു പ്ലാനിനെക്കാട്ടിയും വലിയതല്ല ഈ ബ്ലോക്ക്. അപ്പൊ ഇതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കണം. നമുക്കിതൊന്ന് മൂവ് ചെയ്തുണ്ടാക്കാം. SSC എന്ന് പറഞ്ഞ സ്കെയിൽ കമാൻഡ് എടുക്കുക, ഈ ബെഡിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക, ഒരു ബേസ് പോയിന്റ് കൊടുക്കുക, റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. റെഫറൻസ് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മാനുവൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ അളവുണ്ട് വിചാരിക്കും. അപ്പൊ ഒരു ബെഡ് വരേണ്ടത് എനിക്ക് ഇത്ര ഏരിയയില് ഈ സൈസിലെ ബെഡ് വരണ്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം സ്കെയിൽ എടുക്കുക, ബേസ് പോയിന്റ് കൊടുക്കുക, റെഫറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോയിന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള 2 പോയിന്റ് പിക്ക് ചെയ്തത് റെഫറൻസ് ആയിട്ട്. ഈ ലൈൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെയുള്ള 2 പോയിന്റ് പിക്ക് ചെയ്തേനെ. ക്ലിയർ അല്ലേ? ഇപ്പൊ ബെഡ് നമ്മളിപ്പോ ഈ സൈഡിലാണ് വെക്കുന്നത്, അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈസി അല്ലേ? ഇതുപോലെ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. then ക്ലോസറ്റിന്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ ക്ലോസറ്റിന്റെ സംഭവം ഇത് ബ്ലോക്ക് ആണോ? അല്ല. അപ്പൊ Ctrl+C, പ്ലാൻ ന്യൂ ആണ് നമ്മളെ പ്ലാൻ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റ് ആസ് ബ്ലോക്ക്, SC കൊടുക്കുക, ബേസ് പോയിന്റ് റെഫറൻസ് വളരെ ചെറുതാക്കുക. നമ്മൾ ബെഡ് വരയ്ക്കുന്നതിനെക്കാട്ടി എത്രയോ ചെറുതായിരിക്കണം സ്കെയിലില് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കും. എന്നിട്ട് ടെക്സ്റ്റിലും കുറച്ച് മാറ്റി വെച്ചോട്ടോ, നമുക്ക് ചെയ്ത് കുറച്ച് പുറത്തേക്കല്ലേ വെക്കുക. സെറ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഇത് ബെഡ് ഇതാണ്, അത് ലിവിംഗ് ആണ്, അപ്പൊ ഇവിടെയാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സോഫയാണ് വെക്കേണ്ടതെങ്കിലോ, സോഫയുടെ ബ്ലോക്കുകൾ എടുക്കുക, സോഫ കാറ്റ് ബ്ലോക്ക് എന്ന് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ?
അപ്പൊ എല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുക. ഒരു ക്ലയന്റിന് നമ്മൾ കൊടുക്കുമ്പം ഒരു ബെഡ്റൂമിനെ ബെഡ് എന്ന് എഴുതി വെച്ചിട്ട് കൊടുക്കാണ്ട് അതിനകത്ത് ബെഡ് ഉണ്ടാവും, വാർഡ്രോബ് ഇല്ലേ, അതായത് ഷെൽഫുകൾ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിൾ, നമുക്കിപ്പോൾ ഓഫീസ് വർക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഇടാൻ സൗകര്യം ഉണ്ട്, അത് ഇടുക. മനസ്സിലായോ? അതുപോലെ ടോയ്ലറ്റ് ആകുമ്പോൾ എന്ത് വേണം? വാഷ് ബേസിൻ ഒരു സൈഡിൽ വേണം. ഓക്കെ, പിന്നെ എന്ത് വേണം? ഷവർ വേണം. അതുപോലെ കിച്ചണിലെ തട്ടുകൾ വേണം. കിച്ചണിന്റെ തട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, തട്ടുകളുടെ അളവ് എന്ന് പറയുന്നത് 50 to 60 പ്രൊജക്ഷൻ വരിക. ഓഫ് സെറ്റിൽ ഒരു 50 കൊടുക്കും. ഇതാണ് കിച്ചണിന്റെ തട്ട്. മൊത്തത്തിൽ തട്ടുണ്ടാവില്ല, അറിയാലോ. കിച്ചണിന് പുറത്തേക്ക് പോകാനുള്ള ഡോറെല്ലാം വേണ്ടേ. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ലൈൻ എടുത്ത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്പേസ് വെച്ചിട്ട് ഡോർ ഇടുക. ഡോർ എത്ര കൊടുത്താൽ മതി? 90 സെന്റിമീറ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങനെയാണ് പ്ലാൻ വരക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ വേണമെങ്കിൽ പറയാം, ഞാനത് അയച്ചു തരാം. ഓക്കെ, നമ്മളെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക, പ്ലാൻ വേണമെങ്കിലൊക്കെ. അത് മാത്രമല്ല, എന്തെങ്കിലും കോഴ്സിന് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പക്ക പ്രൊഫഷണൽ രീതിയിൽ ഒരു കോഴ്സ് പഠിച്ചെടുക്കണമെങ്കിൽ, ഏത് കോഴ്സ് ആയാലും, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അക്കൗണ്ടിങ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, ഒട്ടനവധി സോഫ്റ്റ്വെയർസ്. ഓക്കെ, നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിൽ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. 100% പ്ലേസ്മെന്റോട് കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ ഇത് മാത്രം ചെയ്താൽ പോരാ, നമ്മള് ഡയമെൻഷൻസും ചെയ്യണം. നോക്കിയേ, കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് വെച്ചു, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ്, ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവുകളും നമ്മൾ കൊടുക്കണം. കാരണം ഇതിന്റെ ഉള്ളളവ് കൊടുക്കുന്നുണ്ടെങ്കിലും ടോട്ടൽ അളവുകളും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ക്ലയന്റിന് വരച്ചു കൊടുക്കുമ്പം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ ബൈ.